നിലമ്പൂരിലെ ഒരു വീട്ടിൽ നാട്ടിൻപുറങ്ങളിലെ വായനശാലകളിൽ കാണുന്നതിനേക്കാൾ പുസ്തകമുള്ള ഒരു മുറിയുണ്ട്. ആ വായനശാലയുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി. 3000-ഓളം പുസ്തകങ്ങളുണ്ട് ഇവിടെ. കേരള രാഷ്ട്രീയത്തിൽ പരന്ന വായനയുള്ള ഒരാളുടെ പുസ്തക ശേഖരമാണിത്. മറ്റാരുമല്ല, എം സ്വരാജ്. ചാനൽ ചർച്ചകളിലാണെങ്കിലും മറ്റ് സംവാദങ്ങളിലാണെങ്കിലും സ്വരാജ് പറയുന്ന കാര്യം വസ്തുതാപരമായിരിക്കും. അങ്ങനെയുള്ള അറിവെല്ലാം നേടിയെടുത്തത് ഈ പുസ്തകങ്ങൾ വായിച്ചാണ്. നോവലുകൾ, നിരൂപണം, ചങ്ങമ്പുഴ കവിതകളുടെ ശേഖരങ്ങൾ എല്ലാം ഉണ്ട് ഇവിടെ. ബൈബിൾ പഴയതും പുതിയതുമുണ്ട്. തൊട്ടയൽപക്കം ഒരു ക്രൈസ്തവ കുടുംബമായിരുന്നു. ഞങ്ങൾ ഒരു കുടുംബം പോലെ അത്ര സ്നേഹത്തിൽ കഴിഞ്ഞവരായിരുന്നു. അപ്പോൾ അവരാണ് ആദ്യമായി ഒരു ബൈബിൾ എനിക്ക് തരുന്നത്. കൊച്ചുകുട്ടിയായിരിക്കും. അത് സമ്പൂർണ്ണ ബൈബിളല്ല, പഴയ നിയമമുള്ളതല്ല, പുതിയ നിയമവും സങ്കീർത്തനങ്ങളും മാത്രമുള്ള ഒരു ബൈബിൾ ഇവിടെ ഉണ്ടത്. അപ്പോൾ അതാണ് ഞാൻ ആദ്യമായി വായിക്കുന്നത്. അപ്പോൾ അത് വായിക്കുന്ന സമയത്ത് അതിലെ ഭാഷ, അതിലെ പ്രയോഗങ്ങൾ, അതൊക്കെ ആ കാലത്ത് വലിയ കൗതുകമായിരുന്നു. അത് ഇപ്പോൾ പരിഷ്കരിച്ച മലയാളം ബൈബിളുണ്ട്, മലയാളീകരിച്ച ബൈബിളുണ്ട്, ആ ഭാഷയല്ല, അതല്ലാതെ. അപ്പോൾ അത് എനിക്കത് ഇഷ്ടമായിരുന്നു. പക്ഷെ പിന്നീട് കുറച്ചുകൂടി മുതിർന്നപ്പോൾ അതിലെ ഓരോ വരികളും, പ്രത്യേകിച്ച് സുവിശേഷങ്ങളിലേക്ക് ഓരോ വരികളും വളരെ ചിന്തോദ്ദീപകമാണ്. ഒരു വാചകം തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പുസ്തകമായി വികസിപ്പിക്കാവുന്ന ആശയങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ്. പഴയ ക്യാമറകളുടെ വലിയ ശേഖരവും ലൈബ്രറിയിൽ സ്വരാജ് ഒരുക്കിയിട്ടുണ്ട്. നിലമ്പൂരിലെ വീട്ടിൽ മാത്രമല്ല, എറണാകുളത്തെ വീട്ടിലും തിരുവനന്തപുരത്ത് താമസിക്കുന്ന സ്ഥലത്തുമെല്ലാം സമാനമായ രീതിയിൽ പുസ്തക ശേഖരം നിലമ്പൂരിലെ LDF സ്ഥാനാർത്ഥിക്കുണ്ട്. ക്യാമറമാൻ കണ്ണൻ തിരുമലയ്ക്കൊപ്പം സെയ്ഫ് സൈനുലാബ്ദീൻ, മീഡിയ 1, നിലമ്പൂർ.